ഹലോ. അപ്പോൾ നമ്മൾ 2 നെക്ക് പീസ് വെച്ചിട്ട് കോംബോ സ്റ്റൈലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിടുന്ന ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെ അത് സ്റ്റൈൽ ചെയ്തെടുക്കും എന്നുള്ളതിനകത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഓൺ വേയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ നമ്മളിപ്പോൾ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഈ 2 കോമ്പിനേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റൈലിംഗ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. നമ്മൾ ഇതിനകത്തിൽ കൊടുത്തേക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് ത്രെഡ് മാംഗോ വിത്ത് ആൻറ്റിക്കിൽ വരുന്ന കാശുമാലയാണ് കൊടുത്തേക്കുന്നത്. രണ്ടും ആൻറ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല എലഗൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സാരി നമ്മൾ വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ജംപ് ഫോർ ഹർ ക്ലോത്തിങ്ങിൽ കാണും. അപ്പോൾ നമുക്ക് അടുത്ത കോംബോയിലേക്ക് പോകാം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഏതായിരിക്കും കോംബോ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും? കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇത് തന്നെ വെയർ ചെയ്താലും നല്ലതാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കോംബോ കൊടുത്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്ത കോമ്പിനേഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അത്യാവശ്യം നല്ല ഫില്ലായിട്ട് കിടക്കും. ഇപ്പൊ ഒരു ബ്രൈഡൽ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ഫുൾ റൂബിയിൽ വരുന്ന ഒരു ആന്റിക് പീസ് ആണ് വന്നേക്കുന്നത്. ഇതും ഒരു ലൈറ്റ് ആന്റിക് പോലെയാണ്, ഒരു ഗോൾഡൻ മിക്സ് വരുന്ന രീതിയിൽ. ഇതിൽ സ്റ്റോൺ വർക്ക് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെറ്റ് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അടുത്ത ഒരു ആന്റിക് പീസാണ്. സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതൊരു തമിഴ് ടച്ചൊക്കെ വരുന്ന രീതിയിൽ വരുന്ന ഒരു മാലയാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു കോംബോ ചെയ്താലോ? അടുത്തൊരു കോംബോ, അങ്ങനെ ആരും എപ്പോഴും ചെയ്യാൻ തയ്യാറാവാത്തൊരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കോമൺ അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര എലഗന്റ് ആണ്. ടോപ്പിൽ നമ്മളൊരു ആന്റിക് മാലയാണ് കൊടുത്തേക്കുന്നത്. താഴെ ഒരു ലൈറ്റ് ആന്റിക് ടച്ചാണ്. പക്ഷെ ഇതിൽ കൂടുതലും ആ ഒരു സ്റ്റോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ഭയങ്കര എലഗന്റ് ആയിട്ടുള്ളൊരു പീസാണ് ഈ കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ഏതാണെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.